മന്ത്രിയായതിനു ശേഷം നാട്ടിലെത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന് ജന്മനാടിന്റെ ആദരം. UDF പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് അതിഗംഭീരമായ സ്വീകരണമാണ് മന്ത്രിക്കൊരുക്കിയത്. മന്ത്രിയായതിനു ശേഷം ജന്മനാടായ പിറവം മണ്ഡലത്തിലെ തിരുമാറാടി വാളിയപ്പാടത്ത് എത്തിയ അനൂപ് ജേക്കബിന് UDF പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് സ്വീകരണം നൽകി. വാളിയപ്പാടത്ത് നൽകിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് UDF പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. തുടർന്ന് മണ്ണത്തൂർ ആട്ടിൻകുന്ന് യാക്കോബായ പള്ളിയിലും ഓർത്തഡോക്സ് പള്ളിയിലും പ്രാർത്ഥനയ്ക്ക് ശേഷം പിതാവായ TM ജേക്കബിന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും അനൂപ് ജേക്കബ് നടത്തി. വീട്ടിലെത്തിയ മന്ത്രിക്ക് കൂത്താട്ടുകുളം പോലീസ് ഗാർഡ് ഓഫ് ഹോണർ നൽകി. പിറവത്തെ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് അനൂപ് ജേക്കബ് പ്രതികരിച്ചു. നമ്മുടെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷവും സർക്കാരിൻ്റെ അവഗണന പലപ്പോഴും പല രീതിയിലും ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ നിയോജകമണ്ഡലത്തിലെ വികസന കാര്യങ്ങളാണ് പലപ്പോഴും ചർച്ചയ്ക്ക് വെക്കുകയും വികസനം നടക്കുന്നില്ല എന്ന വ്യാജ നുണപ്രചാരണമായിരുന്നു ഇവിടെ ഇടത് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് അന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അടക്കം മുമ്പോട്ട് വെച്ചത്. എന്നാൽ വസ്തുത എന്താണ് എന്ന് ജനങ്ങളോട് പറയുവാനുള്ള അവസരങ്ങളുണ്ടായി. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമുക്കറിയാം, പരിമിതമായ ഫണ്ടുകളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും നമ്മുടെ നിയോജകമണ്ഡലത്തിൽ എല്ലാ റോഡുകളും നവീകരിച്ചെടുക്കാൻ കഴിഞ്ഞത്, വിവിധ കുടിവെള്ള പ്രോജക്ട്സ് ലഭ്യമാക്കാൻ കഴിഞ്ഞ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് നടപ്പിലാക്കണം. ഇവിടുത്തെ ടെമ്പിൾ സിറ്റി ഉണ്ട്, നമ്മുടെ ഇലക്ട്രോണിക്സ് പാർക്കുണ്ട്, നമ്മുടെ എക്സൈസ് കടവ് പാലമുണ്ട്, കൂത്താട്ടുകുളത്തിനും മുളന്തുരുത്തിക്കും റിംഗ് റോഡ് സൗകര്യങ്ങൾ, തിരുവാങ്കുളത്തിൻ്റെ ബൈപ്പാസ്, വിവിധ റോഡുകളുടെ നവീകരണം, ശബരിമല ലിങ്ക് റോഡ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ അന്ന് UDF മുന്നോട്ട് വെച്ച, ഞാൻ ഒറ്റയ്ക്കല്ല, UDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ സ്കീംസും നമുക്ക് ഒന്നൊന്നായി നമുക്ക് ടേക്കപ്പ് ചെയ്യണം. പിറവത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് അനൂപ് ജേക്കബ് വിജയിച്ചു കയറിയത്. പിതാവ് TM ജേക്കബ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെ അന്തരിച്ചതിനെ തുടർന്ന് 2012 പിറവത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അനൂപ് ജേക്കബിൻ്റെ നിയമസഭാ പ്രവേശനം. പിതാവ് കൈകാര്യം ചെയ്തിരുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ തന്നെ മന്ത്രിയുമായി 2016 2021 അനൂപ് ജേക്കബ് വിജയിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെയാണ് അനൂപ് ജേക്കബിന് വീണ്ടും ലഭിച്ചിരിക്കുന്നത്. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.